എന്താ ഇത്ര താമസിച്ചത്? സോറി ശാന്തി, ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു. അച്ഛൻ ലീവിന് വന്നിട്ടുണ്ട്. കല്യാണക്കാര്യം ഞാൻ സമ്മതിപ്പിച്ചു. അച്ഛനെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നും നാളെയും ബിസിയാണ്. മറ്റന്നാൾ കാണാം. എനിക്ക് ധൃതിയായി. എന്നും ഇന്ന് പ്രേമിച്ച് നടന്നാൽ മതിയോ? മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ബൈ. ഇന്നെന്താ 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നേ? കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത്. ആ കണക്കിന് കാലണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റ് മുതലാളി? എന്റെ പണി എന്തെങ്കിലും കുഴപ്പമുണ്ടെ പറ. തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. ആടോ കൈമളെ, ആ കേൾവി 29-14 പണി തീർന്നു? ഇല്ല, ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ. ചെല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി റെഡിയായി. ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കും. താങ്ക് യു. ക്ഷേത്രക്കടവ് ജംഗ്ഷൻ വരെ പോകും. ആരെങ്കിലും ഉണ്ടോ? ബസ് ചാർജ് എന്ന് വെച്ചാൽ മതി. നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അടുത്തിരിക്കെ ആ ഡോർ നടച്ചേക്കണേ. ദുരിതത്തിലാണോ കുടവച്ച് കുത്തുന്നത്? ഈ തള്ളകളെ പിന്നെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? ഏറ്റവും നീങ്ങിയിരുന്നത് വണ്ടി റെഡി. മോള് കാറിനടുത്തേക്ക് ചെല്ലേ. അച്ഛൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണോടോ തന്റെ ബോർഡ് മീറ്റിംഗ്? ഇത്രയും കാലം ബിസിനസ്സുകാരും തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു. നമസ്കാരം. വണ്ടിക്ക് ബ്രേക്ക് അല്പം കുറവാ. ചെക്കപ്പ് ചെയ്ത് വൈകിട്ട് തന്നെ കിട്ടണം. ശരി. പിന്നെ വണ്ടിയില്ല, ബന്ധാണ്. സാറെങ്ങനെ പോവും? കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. ഞാൻ വൈകിട്ട് വരാം. ഓ കേവളെ, ഇതിന്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഓടിച്ചു നോക്കട്ടെ. വെള്ളയമ്പലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബസ്സൊന്നുമില്ല. ഡബിൾ ചാർജ് എന്നാ മതി. സാറ് വരുന്നു. ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കേറ്. പൈസ എടുത്തേക്കണം എല്ലാവരും.
ഇതെടുക്കൂ. ഞങ്ങൾ രാജൻ സാറേ, വേഗം പോണം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? അപ്പം നിന്നാ പോരാ, കുഴി കാണണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ആ സ്വന്തമാ. താൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തോ? താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോന്ന് താനാണ് അറിയേണ്ടത്. വണ്ടി വർഷാപ്പിൽ വിട്. ഇന്ന് തന്നെ തന്നെ പണി ഞാൻ തീർത്തരാം. എന്റെ പൊന്ന് സാറേ, എന്നോട് ക്ഷമിക്കണം. ഒരബദ്ധം പറ്റിപ്പോയതാ. 3 പിള്ളേർ, ഒരു ഭാര്യ എനിക്കുള്ളതാ. എന്നെ ചതിക്കരുത്. ഇനി ഈ വൃത്തിയോട് ഞാൻ ചെയ്യത്തില്ല. ഇവൻ കള്ളന് കഞ്ഞി വെച്ചവനാ. ഇവനെയാ എനിക്കിപ്പോൾ ആവശ്യം. തീർച്ചയാണോ? തീർച്ച. ശരി, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. പക്ഷെ താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം ചെയ്തിരുന്നു സാറേ? എന്നെ രക്ഷിക്കണേ. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നിന്നെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കള്ളം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നല്ലേ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഇയാളുടെ ഭാര്യയും കൊല്ലം വിചാരിച്ചു വിട്ടതാ. കണ്ടോ, ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കൂ. മകളെവിടെ? അവളിപ്പോ വരും. കോളേജ് വിട്ടാലും സ്വല്പം ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷമേ അവള് വരും. വേണം. പെൺകുട്ടികളായ കളിക്കണം. അമേരിക്കയും ഫ്രാൻസിലും ഒക്കെ അങ്ങനെയല്ലേ? എനിക്കൊന്ന് കളിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ നോ ടൈം. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതാത് ദിവസം എന്റെ പേഴ്സണൽ കണക്ക് നോക്കാൻ തന്നെ ഒരാളെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഞാൻ പരസ്യം ചെയ്തിരിക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഞാനെന്താ ചെയ്യുക? എന്താ? പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ. എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേര് കൊള്ളാം. ഭഗവാന്റെ പേര് അല്ലേ? നാരായണൻ. ഇക്കാലത്തെ കള്ളന്മാരെയെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാ. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി. നിൽക്കുകയും ചെയ്യും. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യണം.